എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും അറിയപ്പെടുന്നു. കോട്ടയം വഴി പോകുന്ന തീവണ്ടികൾക്ക് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാതെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലൂടെ എളുപ്പത്തിൽ പോകാൻ സാധിക്കും. ഈ റെയിൽവേ സ്റ്റേഷന് 2 പ്ലാറ്റ്ഫോമും 4 ട്രാക്കുമാണുള്ളത്. ഈ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫീഡിംഗ് റൂമും പിന്നെ അതുപോലെ AC വെയിറ്റിംഗ് ഹാളും നോൺ AC വെയിറ്റിംഗ് ഹാളും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ വന്നപ്പോഴത്തേക്കിനും രപ്തിസാഗർ എക്സ്പ്രസ് 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ടായിരുന്നു. ട്രെയിൻ നമ്പർ 12511. രപ്തിസാഗർ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് സർവീസ് ഫെബ്രുവരി 15, 2001 അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ വണ്ടിയാണ്. ഈ ട്രെയിനിന് മൊത്തം 60 സ്റ്റോപ്സാണ് ഉള്ളത്. അതുപോലെ തന്നെ 3248 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ ജേർണി ടൈം എന്ന് പറയുന്നത് 57 മണിക്കൂർ 5 മിനിറ്റാണ്. ഈ രപ്തിസാഗർ എക്സ്പ്രസ് എന്ന് പറയുന്നത് 10th ലോങ്ങസ്റ്റ് ട്രെയിൻ സർവീസ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആണ്. അപ്പം അങ്ങനെ ഒരു പൊസിഷനും കൂടി ഈ ട്രെയിനിലുണ്ട്. എല്ലാ സർവീസുമുള്ള, അതായത് എല്ലാം വളരെ മികച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കാരണം വൃത്തിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയുണ്ട്. അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഗോരഖ്പൂർ കൊച്ചുവേളി രപ്തിസാഗർ എക്സ്പ്രസ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് എനിക്ക് തോന്നുന്നത് റെയിൽവേയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ കൺസ്ട്രക്ഷൻ വർക്ക്സ് ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങോട്ട് കയറാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കയറിയില്ല. അപ്പം അവിടെയെല്ലാം പണി നടക്കുന്നത് കാണാൻ സാധിച്ചു.
started, that's what you us. The story's over now, I must conclude. I am conflicted, watching where I step still, hanging in the balance, not the life I want to live. I want to take it all, standing tall, fear I weighed the person. ഇവിടെ പിന്നെ റീഡെവലപ്മെൻറ്റ് ഓഫ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ റീഡെവലപ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് സ്റ്റേഷനിൽ വരുന്നതെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കും. പിന്നെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. LED ഡിസ്പ്ലേ, ഫീഡിംഗ് റൂം എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ റാമ്പ്, ലിഫ്റ്റ്, എക്സ്കലേറ്റർ ഫെസിലിറ്റി ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ സ്റ്റേഷനിൽ കയറി വരുമ്പോൾ തന്നെ എൻക്വയറി കൗണ്ടർ, റിസർവേഷൻ കൗണ്ടർ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കിനും നമ്മുടെ വന്ദേ ഭാരത് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിച്ചു. ഈ വന്ദേ ഭാരത് ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്, മംഗലാപുരം വരെയാണ് നീട്ടിയത്. എന്നു മുതലാണ് മംഗലാപുരത്തേക്ക് സർവീസ് ആരംഭിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല റെയിൽവേ. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർഗോട്ടേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ മംഗലാപുരം വരെ നീട്ടിയിരിക്കുന്നത്. നിലവിലത്തെ സമയക്രമീകരണത്തിന് മാറ്റം വരുത്താതെയാണ് ഇപ്പോൾ റെയിൽവേ നീട്ടിയിരിക്കുന്നത്. അതായത് 45 മിനിറ്റ് നേരത്തെ സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 16308. ഈ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ വരെ പോകുന്ന ട്രെയിനാണ്.
ഈ ട്രെയിനിന് മൊത്തം 27 സ്റ്റോപ്പാണുള്ളത്. അതുപോലെ ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. ഈ ട്രെയിൻ 20910 കൊച്ചുവേളി വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. പോർബന്ദറിൽ നിന്ന് കൊച്ചുവേളി വരെ പോകുന്നതാണ് ഈ ട്രെയിന്. ഇതിന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്തതാണ്. ഈ ട്രെയിൻ മൊത്തം 2720 കിലോമീറ്റർ 44 ഹവർ 20 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യും. അതുപോലെ തന്നെ ഈ എൻ്റയർ ജേർണിയിൽ 31 സ്റ്റോപ്സാണ് ഈ ട്രെയിനിലുള്ളത്. ഇത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് സർവീസ് 25 മാർച്ച് 2012 അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് ഡെയിലി ഉണ്ട്. ട്രെയിൻ നമ്പേഴ്സ് 20909 20910 എന്നീ നമ്പറിലാണ്. അതുപോലെ തന്നെ ക്ലാസ്സസ് AC 2 ടയർ, AC 3 ടയർ, സ്ലീപ്പർ ക്ലാസ്, ജനറൽ, അൺറിസർവ്ഡ്.
ട്രെയിൻ നമ്പർ 12618 മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അപ്പം ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ലാത്തതാണ്. അപ്പം ഈ ട്രെയിൻ പോകുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഡൽഹിയിൽ നിന്ന് എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ്. സദേൺ റെയിൽവേയുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ 12618 12617 എന്നീ നമ്പേഴ്സിലാണ്. കൊങ്കൺ റെയിൽവേ വഴി ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീനും എറണാകുളം ജംഗ്ഷനും ഇടയിൽ ഓടുന്ന ഇന്ത്യയിലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ആദ്യമായി സർവീസ് നടത്തിയത് ഓഗസ്റ്റ് 1 1998 സദേൺ റെയിൽവേയാണ് നിലവിൽ നിയന്ത്രിക്കുന്നത്. നിർത്തുന്ന സ്റ്റേഷനുകളുടെ എണ്ണം 46. അതുപോലെ 3073 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ട്രെയിനാണ്. ശരാശരി യാത്രാ ദൈർഘ്യം എന്ന് പറയുന്നത് 49 മണിക്കൂറാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. അങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ശബരി എക്സ്പ്രസ് വരുന്നുണ്ട്. വിജയവാഡ ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ 2202 ലോക്കോയാണ്. ഈ ട്രെയിന് കയറാൻ അതുപോലെ ഇറങ്ങാൻ ഒത്തിരി ആൾക്കാരാണ്. ഊത്തലൊന്ന് എങ്ങനെ കയറുമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതുപോലെ തിരക്കാണ് ഈ ട്രെയിനിൽ. പിന്നെ ശബരി എക്സ്പ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് വരെ നിത്യേന ഓടുന്ന തീവണ്ടിയാണ് ശബരി എക്സ്പ്രസ്. ആദ്യമായി സർവീസ് ആരംഭിച്ചത് ഏപ്രിൽ 6 1987 അതുപോലെ നിർത്തുന്ന സ്റ്റേഷനുകളുടെ എണ്ണം 42. സഞ്ചരിക്കുന്ന ദൂരം 1568 കിലോമീറ്ററാണ്. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.